മമ്മിയെ ഇതിലൊന്നും അറിയില്ല ഒരു പാകം ഇത് വെച്ച വേഗം അടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 4-4 ആവുമ്പോൾ അപ്പൊ ഇതുമല്ലാണെങ്കിൽ ഗ്യാസുമല്ലാണെങ്കിൽ ഒരു 3 സ്റ്റീമായിട്ട് ഓഫാക്കിയില്ല. സ്റ്റീം പോയിട്ട് നോക്കുക. ബീഫിന്റെ മൂത്ത് നമുക്കറിയില്ല. അത്ര ഭയങ്കര വേവ് ആവേണ്ട ആവശ്യമില്ല. നമുക്കൊരു കടിക്കുമ്പോ ഒരു ഒരു ബൈറ്റ് ഉള്ള പോലത്തെ ഒരു ഇതുണ്ടാവണം. ബീഫും കായും വേവിക്കുമ്പോ ബീഫും കായും അത്ര വേവ് അതിനേക്കാളും വേവ് കുറവ് മതി. ഒരു ഇഞ്ചി കുറവ്, ഒരു പൊടി നമ്മള് ഉപ്പ് മാത്രം ഇട്ടിട്ടില്ല വേവിക്കണേ. ഉപ്പും മഞ്ഞളും ഒരു തുണ്ട് മുളക് പൊടി, അതായത് ഇപ്പൊ ഒരു പിഞ്ച് 1/2 ടീസ്പൂൺ 1 കിലോയ്ക്ക്. എന്നിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചില്ല. എന്നിട്ട് അതിനെ ഇങ്ങനെ സ്റ്റീമാക്കുക, വേവിക്കുക, തുറന്ന് നോക്കുക. കുറച്ച് വെള്ളം ഉണ്ടാവും, വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അത് ഇറച്ചിന്ന് വെള്ളം. എന്നിട്ട് അത് എന്തോന്ന് നോക്കുക. അപ്പം ആ ഒരു ബൈറ്റ് ആണെങ്കിൽ പിന്നെ തുറന്നിട്ടിട്ട് വെള്ളം വറ്റിക്കുക. അതിനുശേഷം മിക്സിയിൽ അടിക്കാം. എന്നിട്ട് വറ്റി കഴിഞ്ഞിട്ട് മിക്സിയിൽ അതിനെ ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രഷ് ബാക്കിലേക്കല്ലോ ഫ്രണ്ടിലേക്ക് സാധാ തിരിയല്ലേ? രണ്ടും മാതിരിയും ചെയ്യാം. മമ്മി എന്തൊരു ചെയ്യാറ്? ഞാനും 2 മാതിരിയും ചെയ്യും. ചിലപ്പോൾ ഇങ്ങോട്ട് തിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട്. കാരണം അത് എന്നിട്ട് ഈ ഒരു പരിവാകുമ്പോൾ മമ്മി അങ്ങോട്ട് എടുക്കും. ആ പരിവാകുമ്പോൾ അങ്ങനെ ഒരു 10-15 പീസ് ഇട്ടിട്ട് ഒരു 20 പീസൊക്കെ മാക്സിമം ഇടാൻ പാടില്ല. എന്നിട്ട് ക്രഷ് ചെയ്ത്, അതായത് തിക്കിടാൻ പാടില്ല. അപ്പം ഇറച്ചി ഇങ്ങനെ പൊടിയെല്ലാം ചെയ്യുക, വേസ്റ്റ്. എന്നിട്ട് അങ്ങനെ ഒരു 4 പ്രാവശ്യം ആകുമ്പോഴാണ് 1 കിലോ അടിച്ച് കഴിയുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുക. മൊരിഞ്ഞെടുത്തിൽ റെഡ് കളറാ, മറ്റേ ഒരു ബ്രൗൺ കളറാവണോ? ഈ ഒരു ആഷ് കളർ മാറി ശരിക്കും ബ്രൗൺ ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആയ പോലെ കിട്ടണം. ഫ്രൈ ആവണ പോലെ, എന്നാൽ കരിയാനും പാടില്ല. എന്നിട്ട് അത് മാറ്റിയിട്ട് ഇത് സിമ്മിലിട്ട് തന്നെ ചെയ്യണം അല്ലേ? സിമ്മിലിട്ടില്ലെങ്കിൽ അടി പിടിക്കും, കരിയും. സിമ്മെന്ന് വെച്ചാൽ ഒരു മീഡിയം. ആദ്യം തുടക്കത്തിൽ ഇത്തിരി കൂട്ടിയിടാം. അപ്പോഴെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നടുവ് ഈ പറഞ്ഞ പോലെ കരിഞ്ഞ മണവും. ശ്രദ്ധിച്ച് അതിൽ ഇളക്കി മൊരിച്ചെടുക്കുക. മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ സബോള ആദ്യം ഇടുക. അത് കഴിഞ്ഞ് അത് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്തത് വെളിച്ചെണ്ണ ഒഴിക്കുക. അല്ലെങ്കിൽ ആദ്യം ഇത് ചെയ്ത് വെക്കുക. ഇത് ചെയ്യുമ്പോൾ ഇതിലെങ്ങനെയാ അതിന്റെ അളവും കാര്യങ്ങളും? സബോള മാത്രം ഇട്ടിട്ട് ഒന്ന് അതിന്റെ വെള്ളം വറ്റിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണ്ട. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണ്ട. വെള്ളം വറ്റി ഇതൊന്നും ഉണങ്ങി കാണില്ല. ഒന്ന് അത് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് ഒന്ന് വഴറ്റാന്ന് പറയുന്നത്. ഒന്ന് വാടി ഒരുവിധം വാടി വരുമ്പോ ആദ്യം ഇഞ്ചി ഇടുക, പച്ചമുളക്. ഇഞ്ചി കുരുകുരാന്ന് അരിഞ്ഞതാണോ ക്രഷ് ചെയ്താണോ? കുരുകുരാന്ന് നമ്മൾ ആ തരി തരി ക്രഷറിൽ മെഷീനിലിട്ട് വലിച്ചിട്ട് അടിക്കുന്നു. അങ്ങനെ നന്നായി തരി തരുന്നതിനെ പൊടിയണം. പിന്നെ ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി അവസാനം ഇടാം. എന്നിട്ട് അതിനെ മൊരിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം മല്ലിപ്പൊടി ഇടാം. അതിന്റെ കളവ് സബോള എന്തോരം വേണ്ട? ഒരു ഉറുമ്പുകളുടെ നിറം പറയില്ലേ നമ്മള്, ചെറുതായിട്ട് നല്ലോണം ബ്രൗൺ ആവാൻ പാടില്ല. എന്നാൽ ബ്രൗൺ ആയി തുടങ്ങണ സമയത്ത് മല്ലിപ്പൊടി ആദ്യം ഇടുക. 1 കിലോയ്ക്ക് ഞാനിടുന്നത് നമ്മുടെ ആ സ്പൂണ് കാണിക്കും. അങ്ങനത്തെ സ്പൂണുണ്ട്, ഇതിങ്ങനത്തെ സ്പൂണുണ്ട്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിൻ്റെ 3 ടീസ്പൂൺ മുളക്. അത് ഒന്ന് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടാ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് മൊരിഞ്ഞ മണം വരുമ്പോൾ മുളക് പൊടി ഇടുക. 3 സ്പൂണ്. പച്ചമുളക് ഞാൻ ഇട്ടത് അളവ് പറഞ്ഞില്ല അല്ലേ? 6 പച്ചമുളക് ഇടാം. 1 കിലോ. മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് അതൊക്കെ നമ്മുടെ യുക്തി പോലെ ചെയ്യണം. പാകത്തിന് പാകത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് മസാല ഇടാം. ബീഫിലൊക്കെ നമ്മളെല്ലാത്തിനും നല്ല നമ്മൾ പൊടിച്ച മസാലയാണ് അത് ഇടുക. എന്നിട്ട് ആ മുരിഞ്ഞ് വേപ്പലി ഇടണം ഇതൊപ്പം തന്നെ. അപ്പോൾ 1 കിലോയ്ക്ക് ഏകദേശം 1 കിലോ തന്നെ ഉരുളക്കിഴങ്ങ് വേണ്ടി വരും. ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യാൻ മറ്റേ കഴുകിയിട്ട് വേവിച്ചിട്ട് തൊലി പൊളിച്ചിട്ട് അതിന് ഉപ്പും ഇട്ടിട്ട്
വെള്ളം നികത്തി വെക്കുക. ഒരു രണ്ട് സ്റ്റീം വന്നിട്ട് അത് പോണ വരെ അതിലിട്ട എന്നിട്ട് അതിനിങ്ങനെ പൊടി അങ്ങനെ കുഴച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെ അളവ് നോക്കിയിടണം. കൂടുതലായ വെളിച്ചെണ്ണ കുടിക്കും. അതാണ് നമ്മുടെ മേരിയൻ്റെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ എണ്ണയിൽ കുളിച്ച പോലെ ഇരിക്കണത്. എണ്ണ കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. കുറഞ്ഞാൽ അത് ഡ്രൈ ആയി പോകും, കൂടിയാൽ അത് വെളിച്ചെണ്ണ കുടിച്ചിട്ട് കുഴഞ്ഞിരിക്കും. അപ്പം ഇതിൻ്റെ മൊരിവ് ശരിയായില്ലെങ്കിൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കുറവ് മതിയാവും. ബീഫ് നന്നായി മൊരിഞ്ഞാലാണ് അതിലേക്ക് ഉരുളക്കിഴങ്ങ് കയറുകയാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് പൊടിയായിട്ട് പോരണം, അല്ലാണ്ട് അവിടെ ഇങ്ങനെ വിട്ട് കുറെ കിട്ടരുത്. ഇപ്പോൾ ഏകദേശമായി ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് മൊരിഞ്ഞ മണവും കടിച്ച് തുടങ്ങണം, അങ്ങനെ ആവും. മനസ്സിലായില്ലേ? അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ സാധനം അതിലിടണം. എന്തിനാന്ന് മനസ്സിലായോ? എല്ലാം കൂടി ഒരുമിച്ച് ആവാം, എല്ലായിടത്തും ഒരുപോലെ ആവാം. എന്നിട്ട് തന്നേക്ക് തിന്നാൻ പറ്റില്ല ഈ സാധനം. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോഴാണ് ആ പാകത്തിനുള്ളൊരു ഇതാവുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൂടണം. എല്ലാ ഉരുളക്കിഴങ്ങിലേക്കുള്ളത് അളവാണ് ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ഇടേക്കണേ. അങ്ങനെ ഉണ്ണികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പൊടി കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് ഉണ്ണികൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അങ്ങനെ ഇതായി കഴിയുമ്പോൾ ഇതിന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കുഴച്ച് വയ്ക്കുക, ഷേപ്പാക്കുക ആദ്യം എല്ലാതും. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക. ബ്രെഡ് ക്രംസ് ശരിക്കും ഈ ഇത്രയും സോഫ്റ്റ് അല്ലേ വേണ്ടത്. നമ്മുടെ ഈ ഇതിലത്തെ പോലത്തെ കുറച്ചും കൂടി നല്ലതല്ലേ, ലൈറ്റൊക്കെ കുറച്ചും കൂടി നല്ലതല്ലേ. അത്ര നല്ല ബ്രെഡ് ആവേണ്ടി ഒരു തരിതരി കിട്ടാൻ കുറച്ചും കൂടി നല്ലതല്ലേ. പണ്ട് നമ്മൾ റസ്ക് ഇട്ടുന്നില്ല, പിന്നെയല്ലേ ബ്രെഡിലേക്ക് തിരിഞ്ഞ റസ്ക് ഇടുമ്പോൾ ഒരു സുഖില്ലേ, ഇത് ചതഞ്ഞ പോലെ മുട്ടയിൽ മുക്കുമ്പോൾ ഒരു സുഖില്ല ഉണ്ടാവും. തരി കിരികുരുന്ന് കിട്ടണമെങ്കിൽ മുട്ടയിൽ മുക്കുക ആദ്യം, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് ഓരോന്നോരോന്ന് ഒഴിച്ച് പിന്നെ